തൃശൂർ പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. 13.5 പവൻ സ്വർണവും 10,000 രൂപയും നഷ്ടപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ വെളുത്ത വളവിൽ അക്ബറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മുൻവശത്തെ വാതിൽ തകർത്ത മോഷ്ടാക്കൾ അകത്ത് കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കവരുകയായിരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചി തൃശൂർ വിവരങ്ങളുമായി. നവമി, അടച്ചിട്ട വീട്ടിലാണ് ഈ മോഷണം നടന്നത്. ഈ അക്ബറും കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ലേ? ടോം, ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു അക്ബറും കുടുംബവും പുറത്തേക്ക് പോയത്. ഇവർ രാത്രി 8:30 വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് തന്നെ വീട്ടിന്റെ മുൻവാതിൽ തകർന്ന നിലയിലായിരുന്നു. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഒരു മോഷണം നടന്നിട്ടുണ്ടെന്ന്. പിന്നീട് വീടിന്റെ അകത്ത് കയറി നടത്തിയ പരിശോധനയിലാണ് അലമാരിയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം, പണം, ആധാർ കാർഡ്, ആർസി ബുക്ക് എന്നിവ മോഷണം പോയ വിവരം കുടുംബം അറിയുന്നത്. ഉടനെ തന്നെ കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ നിന്നും ഒരു മോഷണം നടന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. 13.5 പവൻ സ്വർണവും 10,000-ഓളം രൂപയുമാണ് നഷ്ടപ്പെട്ടതെന്നാണ് അക്ബർ പറയുന്നത്. ഇത് പെരുമ്പിലാവ് പട്ടാമ്പി റോഡിന്റെ അടുത്തുള്ള വീട്ടിലായിരുന്നു ഈ ഒരു മോഷണം നടന്നത്. എന്തായാലും പോലീസ് വീട്ടിലെത്തി പരിശോധന. ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? CCTV ദൃശ്യങ്ങളോ മറ്റോ ലഭ്യമായിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇത് ഈ സ്ഥിരം മോഷ്ടാക്കളാണോ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ടോം. ഈ സമീപ പ്രദേശത്തെ CCTV അക്ബറിന്റെ വീട്ടിൽ CCTV ഇല്ല. സമീപ പ്രദേശങ്ങൾ, കടകൾ, റോഡ് സൈഡ്, അതായത് വീട്ടിലേക്ക് വരുന്ന വഴിയുടെ അടുത്തുള്ള കടകൾ, അവിടെയൊക്കെയുള്ള CCTVകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാലും പ്രതികളെ പെട്ടെന്ന് തന്നെ പിടികൂടും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതികളെ കുറിച്ചുള്ള സൂചനകളും ലഭിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസും പുറത്തുവിട്ടിട്ടില്ല. ഇവർ ഇങ്ങനെ സ്ഥിരം മോഷ്ടാക്കളാണോ എന്ന സംശയം പോലീസ് പറയുന്നുണ്ട്. കാരണം വീട്ടിന്റെ മുൻവാതിൽ, വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതികൾ മോഷണം നടത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമീപ പ്രദേശങ്ങൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നവരെയൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും വീട്ടിലെ അരമാരയിലെ വസ്ത്രങ്ങളും വാരി വലിച്ചിട്ട നിലയിലാണ്. ഒപ്പം പുറകുവശത്തെ ഗ്രില്ലും തകർത്താണ് മോഷ്ടാക്കൾ പുറത്തേക്ക് പോയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും പോലീസ് ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV, ഒപ്പം ഈ വഴിയിലേക്ക് നടന്നു വന്നവർ സംശയാസ്പദമായ സാഹചര്യത്തിൽ, അതായത് കുടുംബം പുറത്തേക്ക് പോയി എന്ന് അറിഞ്ഞു തന്നെയാണ് അവിടെ മോഷണം നടത്തിയത്. അപ്പോൾ ഈ പ്രദേശത്തെ കുറിച്ചോ വീടുകളൊക്കെ നിരീക്ഷിച്ചു വരുന്ന ആൾക്കാരാണോ ഈ മോഷ്ടാക്കൾ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രതികളെ ഉടനെ തന്നെ പിടികൂടും, അവരെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു എന്ന് മാത്രമാണ് കുന്നംകുളം പോലീസ് വ്യക്തമാക്കുന്നത്. നവമി, ഈ പ്രദേശം എങ്ങനെയാണ്? സ്ഥിരമായി ഇങ്ങനെ കവർച്ച നടക്കുന്നൊരു സ്ഥലമാണോ? ജനങ്ങൾ വലിയ ഒരു ആശങ്കയുണ്ടോ? പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഴക്കാലമാണ്. ഈ സമയങ്ങളിലാണ് സാധാരണ കവർച്ചാ സംഘങ്ങൾ നാട്ടിലിറങ്ങുന്നത്. തൊട്ടയലോക്കത്തെ വീടുകൾ പോലും ഈ കനത്ത മഴയും കാറ്റും ഒക്കെ ഉള്ളപ്പോൾ അയൽവാസികൾ പോലും അറിയാറില്ല ഒരു വീട്ടിൽ നടക്കുന്ന കവർച്ചയെക്കുറിച്ചോ മറ്റ് അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചോ അറിയാറില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ്? ഒരു സ്ഥിരമായി കവർച്ചകൾ നടക്കുന്ന സ്ഥലമാണ്. ഇതിനു മുൻപ് ഇത്തരം സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പോലീസ് പറയുന്നതനുസരിച്ച് അവിടെ ഇത്തരത്തിൽ മുൻപ് മോഷണം നടന്നിട്ടുണ്ട്. പല വീടുകളിലും മോഷണം നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഈ പ്രതികളെ എന്ന് പറയുന്ന ആളുകൾ, അവരെ കുറിച്ചുള്ള അവരുടെ ഒരു പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ പിടികൂടും, അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരിക. എന്തായാലും ടോം പറഞ്ഞതുപോലെ തന്നെ രാത്രി സമയങ്ങൾ, പ്രത്യേകിച്ച് വീട്ടിൽ ഈ മഴ, അതികഠിനമായ മഴയാണ്. ഈ മഴയുള്ള സാഹചര്യങ്ങളിൽ ആളില്ലാത്ത വീടുകൾ നോക്കി മോഷ്ടിക്കുന്നത് തന്നെയാണ് ഇവർ സ്ഥിരം തൊഴിലാക്കിയിരിക്കുന്നത്. കാരണം സമീപ പ്രദേശങ്ങളിലുള്ളവരാരും തന്നെ ഇത് ശ്രദ്ധിക്കില്ല. മഴ ആയതുകൊണ്ടൊക്കെ എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും. ശബ്ദം, പുറത്ത് മഴയുടെ ശബ്ദമായതിനാൽ തൊട്ടടുത്തിട്ടുള്ള വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും പലപ്പോഴും അറിയാൻ കഴിയാത്ത സമയമാണ്. ആ സാഹചര്യം മുതലെടുത്ത് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ മോഷണങ്ങൾ നടക്കുന്നത്. എന്തായാലും പോലീസ് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യം, മോഷണം ശ്രമമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളതിനാൽ വീട്ടിൽ ഇത്രയും പണമോ അല്ലെങ്കിൽ സ്വർണമോ ഒക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നതിലൊക്കെ ജാഗ്രത വേണം. ഒപ്പം വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അങ്ങനെ CCTV അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കണം എന്നീ തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സമീപ പ്രദേശങ്ങളിലുള്ളവരൊക്കെ വലിയ ഭീതിയിൽ തന്നെയാണ്. കാരണം ഈ ഇത്രയും വലിയൊരു മോഷണമാണ്
അവിടെ നടന്നിരിക്കുന്നത്. അതും വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയ സംഘമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് ഈ കവർച്ച ഉണ്ടായത്. അടച്ചിട്ട വീട് കുത്തി തുറന്ന 13 പവൻ സ്വർണവും പണവും കവരുകയായിരുന്നു. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.